ഹലോ ഹായ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടിട്ടുള്ള ഓർമ്മയാണ് ഈ ക്ലാസ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ MLM എന്ന ഓമന പേരിൽ അറിയുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പിന്റെ പിന്നാമ്പുറ കാഴ്ചയാണിത്. സാക്ഷരതയിലും മനുഷ്യ വിഭവശേഷിയിലും ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ എത്രയെത്ര തട്ടിപ്പുകളാണ് നടന്നത്. ആട് തേക്ക് മാഞ്ചിയും ആട് സ്കീം തേച്ചകാരും മലയാളിക്ക് മനസ്സിലാകാൻ ഏറെ വൈകി. പിന്നീട് ധനാകർഷണ ഭൈരവയന്ത്രം, നാഗമാണിക്യം, റൈസ് പുള്ളർ, ടോട്ടൽ ഫോർ യു, പ്രവീൺ റാണ, അങ്ങനെ എത്ര തട്ടിപ്പുകൾ. പല സ്കീമിൽ എത്രയെത്ര തവണ തട്ടിപ്പിനിരയായി നമ്മൾ മലയാളികൾ. ഈ കണ്ട തട്ടിപ്പിലെല്ലാം കൂടി മലയാളിക്ക് നഷ്ടപ്പെട്ട പണം കണക്കാക്കിയാൽ ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിന് തന്നെ വലിയൊരു ശതമാനം വരും. ഉന്നത വിദ്യാഭ്യാസവും ലോകപരിചയവും ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മൾ മലയാളികൾ എങ്ങനെ തട്ടിപ്പിൽപ്പെടുന്നു? സാക്ഷരരായ മലയാളികൾ സാമ്പത്തിക സാക്ഷരതയിൽ പിന്നിലോ? ഇനി ഈ തട്ടിപ്പ് പദ്ധതികൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സ്കീമോ സ്കാമോ? സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയ അഗാധ പാണ്ഡിത്യമൊന്നും വേണ്ട, സാമാന്യ ബുദ്ധി മാത്രം മതി. ദീർഘകാലാടിസ്ഥാനത്തിൽ മികച്ച റിട്ടേൺ കിട്ടുന്ന പദ്ധതികളിൽ അതിൻ്റെ റിസ്ക് കണക്ക് കൂട്ടി പങ്കാളികളാകുന്നവരാണ് സമ്പന്നരാകുന്നത്. തട്ടിപ്പിൽ പെടാതിരിക്കാൻ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. 1. സമ്പന്നരാകാൻ കുറുക്കുവഴികളില്ല. 2. അമിത വേഗത്തിൽ അമിത ലാഭം കിട്ടാൻ സാമ്പത്തിക ലോകത്ത് മാർഗമില്ല. അമിത ലാഭം പറഞ്ഞു വരുന്നവരുടെ വാചകമടിയിൽ വീഴാതിരിക്കുക. 4. കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്. അധ്വാനിക്കാതെ ചുളുവിൽ കാശ് നേടാൻ ഇറങ്ങി പുറപ്പെടരുത്. അതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? നിക്ഷേപ പദ്ധതികളിലെ തട്ടിപ്പ് സാധ്യതകൾ എങ്ങനെ തിരിച്ചറിയാം? പൊതുവെ തട്ടിപ്പ് പദ്ധതികൾ അറിയപ്പെടുന്നത് പോൺസി സ്കീമുകൾ എന്നാണ്. എങ്ങനെയാണ് പോൺസി സ്കീം എന്ന പേര് ഇതിന് വന്നത്? അതിന് പിന്നിലൊരു കഥയുണ്ട്. 1919 നിരവധി അമേരിക്കക്കാരെ പറഞ്ഞു പറ്റിച്ച് സാമ്പത്തിക തട്ടിപ്പിന്റെ പിതാവായ ചാൾസ് പോൺസിയിൽ നിന്നാണ് പോൺസി സ്കീം എന്ന പേര് വന്നത്. 90 ദിവസം നിക്ഷേപിക്കുന്നവർക്ക് ഇരട്ടി ലാഭമാണ് ആ യുവാവ് അന്ന് വാഗ്ദാനം ചെയ്തത്. ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചു ചേർത്ത് ആർബിട്രാക്ടറി ട്രേഡ് എന്നൊക്കെയുള്ള വായിൽ കൊള്ളാത്ത വാക്കുകളൊക്കെ പറഞ്ഞാണ് ചാൾസ് നിക്ഷേപത്തിന് ആൾക്കാരെ പ്രേരിപ്പിച്ചത്. കേട്ടു നിന്നവർക്ക് അയാൾ പറഞ്ഞത് പലതും മനസ്സിലായില്ലെങ്കിലും 45 ദിവസത്തിൽ 50%, 90 ദിവസത്തിൽ ഇരട്ടി ലാഭവും കിട്ടുമെന്ന് പോൺസി പറഞ്ഞതിൽ ഒരുപറ്റം അമേരിക്കൻ സംഘം മൂക്കുകുത്തി വീണു. ആദ്യമൊക്കെ നിക്ഷേപിച്ചവർക്ക് കാശ് കിട്ടി. പക്ഷേ 1 വർഷത്തിനകം സ്ഥാപനം തകർന്ന് തരിപ്പണമായി. ട്രേഡ് പോയിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതൊന്നും ഇയാൾ ചെയ്തിരുന്നില്ല. അന്ന് ആളുകൾക്ക് നഷ്ടമായത് 160 കോടി രൂപയാണ്. എന്തായിരുന്നു ചാൾസ് പോൺസിയുടെ തട്ടിപ്പ് രീതി? വളരെ സിമ്പിൾ. ആദ്യത്തെ നിക്ഷേപകന്റെ പണത്തിൽ നിന്ന് രണ്ടാമത്തെ ആൾക്ക് നൽകും, രണ്ടാമത്തെ ആളിൽ നിന്ന് മൂന്നാമനും, മൂന്നാമൻ്റേതിൽ നിന്ന് നാലാമനും. ആദ്യം ചേർന്നവർക്ക് അടുത്തയാളുടെ പണം ലാഭമെന്ന പേരിൽ നൽകുക. നിക്ഷേപകരങ്ങ് കൂടിയപ്പോഴേക്കും തൻ്റെ ആഡംബര ജീവിതത്തിനുള്ളതും ആ വഴിക്ക് റെഡിയാക്കി പോൺസി. അങ്ങനെ ആദ്യം ചേർന്നവർക്ക് പണം കിട്ടി, പിന്നീടുള്ളവർക്ക് കാശ് പോയി. പണത്തിൻ്റെ ആ റോളിംഗ് അങ്ങ് നിന്നപ്പോൾ കമ്പനിയും പൊട്ടി. അങ്ങനെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്നുമില്ലാതെ ഒരു കൂട്ടരിൽ നിന്ന് പണം വാങ്ങി മറ്റൊരു കൂട്ടർക്ക് നൽകി കബളിപ്പിക്കുന്ന പദ്ധതികളൊക്കെ പോൺസി സ്കീമുകളെന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഗോപാലന്റെ കാശെടുത്ത് അതിൽ നിന്ന് കുറച്ച് സഹദേവന് കൊടുക്കുക എന്ന ട്രോളും പോൺസി സ്കീമുകളെ കുറിച്ചുണ്ട്. തട്ടിപ്പുകാരുടെ വാഗ്ധോരണിയിൽ മയങ്ങി നിൽക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ അശരീരി പോലങ്ങ് ചെവിയിൽ മുഴങ്ങണം. കുറഞ്ഞ റിസ്കിൽ കൂടുതൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ നോ എന്ന ആൻസർ മനസ്സിലങ്ങ് ടൈപ്പ് ചെയ്തേക്കണം. നല്ല റിസ്ക്കുള്ള ഓഹരി നിക്ഷേപം പോലും നൽകുന്നത് 20 മുതൽ 30 വരെ % റിട്ടേൺ ആണ്. മ്യൂച്വൽ ഫണ്ടുകളും അതെ. കുറച്ചുകൂടി റിസ്ക് കുറഞ്ഞ സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡിപ്പോസിറ്റിന് കിട്ടുന്നത് 7 മുതൽ 8% റിട്ടേൺ. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ റിസ്കിൽ 8 മുതൽ 10% മുകളിൽ റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്നതെല്ലാം ശുദ്ധ തട്ടിപ്പ് തന്നെ, സംശയം വേണ്ട. ഇത്തരക്കാർ വാഗ്ദാന പെരുമഴയ്ക്കായി വാ തുറക്കുമ്പോഴേ ബ്രെയിനിൽ അപായമണി മുഴക്കിക്കോണം. എവിടെ നിന്നാണ് ഇവരെ പണം കണ്ടെത്തുന്നത്? ഇത്തരം തട്ടിപ്പുകാരൊക്കെ തന്നെ നിക്ഷേപകരുടെ പണം റോൾ ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. ഇപ്പോൾ ഈ പാതിവില തട്ടിപ്പിൽ തന്നെ ആദ്യം ഉൽപ്പന്നം പിന്നെ പണം എന്നായിരുന്നില്ല. ആദ്യം പണം പിന്നെ സ്കൂട്ടർ. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം ഇത് നിങ്ങളുടെ പണം ഉപയോഗിച്ചുള്ള പകിടകളിയാണെന്ന്. ഇനി സ്കീം ശ്രദ്ധിക്കുക.
നല്ല കിടിലൻ ന്യൂജൻ ഐഡിയ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കേട്ടുകേഴ്വിയില്ലാത്ത ബിസിനസ് ആശയങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അലേർട്ട് വേണം. മനുഷ്യർക്ക് മനസ്സിലാകാത്ത പലതും ഇവർ പറയും. ബ്ലോക്ക് ചെയിൻ, ബിറ്റ്കോയിൻ, മെറ്റാവേഴ്സ്, ഷെയർ ട്രേഡിംഗ് എന്നിവയും നമുക്കൊന്നും മനസ്സിലാകാത്ത മറ്റു പല പദങ്ങളും ഉപയോഗിച്ചുള്ള ഇതായിരിക്കും ഇവരുടെ വ്യവസായ ആശയങ്ങൾ. പദ്ധതിയുടെ വക്താക്കളെ ശ്രദ്ധിക്കുക. എല്ലാ തട്ടിപ്പ് പദ്ധതികളിലും തുടക്കക്കാർക്ക് പണം ലഭിക്കും. അങ്ങനെ ആദ്യം പണം കിട്ടിയവരൊക്കെ പദ്ധതിയുടെ ഗുണഗണങ്ങൾ പാണന്മാരെ പോലെ പാടി നടക്കും. സാധാരണ നിക്ഷേപങ്ങൾക്ക് ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടാകും. എന്നാൽ തട്ടിപ്പ് കമ്പനികൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. എപ്പോൾ എങ്ങനെ തട്ടിപ്പ് കമ്പനികൾ തകരുന്നു? കമ്പനിയുടെ തുടക്കത്തിലെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ആദ്യകാല നിക്ഷേപം ഉപയോഗിച്ചായിരിക്കും നടത്തുന്നത്. 10-ൽ 5-6 പേർക്ക് പണം കിട്ടും. അവർ അതെല്ലാവരോടും സാക്ഷ്യപ്പെടുത്തും. പിന്നീട് ഷെയർ വിൽക്കുന്നത് അനന്തമായി നീളുകയും പുതുതായി ഷെയർ വാങ്ങാൻ ആളുകൾ തയ്യാറാകാതെ വരികയും ചെയ്യുമ്പോൾ റോൾ ചെയ്യാൻ പണമില്ലാതാകും. അങ്ങനെ കമ്പനി പൊളിഞ്ഞു പാളീസാകും. വിശ്വാസ്യത ആർജിക്കാൻ ഇവരുടെ ബിസിനസ്സുകൾക്ക് ഒരു കോംബോ ഉണ്ട്. എന്താണെന്നല്ലേ? ഓരോരുത്തരുടെയും വൈകാരികമായ ദൗർബല്യങ്ങൾ, വിശ്വാസം, അന്ധവിശ്വാസം, വ്യക്തിബന്ധങ്ങൾ, സൗഹൃദ കൂട്ടായ്മകൾ, ആചാരങ്ങൾ, വിവിധ സംഘടനകൾ എന്നിവയടക്കം ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേകതരം മാർക്കറ്റിംഗ് തന്ത്രമാകും ഇവരുടേത്. പുത്തൻ പദ്ധതികളുമായി വരുമ്പോൾ ശ്രദ്ധിക്കുക. ഈ വ്യക്തി മുൻപ് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇയാളുടെ വരുമാന സ്രോതസ്? പറയുന്ന മോഡലിൽ എങ്ങനെയാണ് ലാഭമുണ്ടാക്കുന്നത്? സഹനിക്ഷേപകരും സഹസംരംഭകരും ആരൊക്കെ? സംരംഭകരും പങ്കാളികളും ചെയ്യുന്നത് മറ്റെന്തൊക്കെ തരം ബിസിനസ്സുകളാണെന്ന് അന്വേഷിച്ചറിയുക കൂടി വേണം. എന്തു തന്നെയായാലും 10% മുകളിൽ റിട്ടേൺ പറഞ്ഞാൽ പിന്നെ ഒരു സംസാരത്തിനും നിൽക്കരുത്. ധനനഷ്ടം, മാനഹാനി, ഉച്ഛിഷ്ട ഭക്ഷണം എല്ലാം ഉൾപ്പെടുന്ന ഒരു കെണിയായിരിക്കും വെളുക്ക ചിരിച്ച് നിങ്ങളുടെ മുന്നിലെത്തുന്ന സ്കീമുകാർ. സമയം മെനക്കെടുത്താതെ നല്ല കട്ടിക്ക് പറ്റില്ല എന്നങ്ങ് പറഞ്ഞേക്കുക. കഠിനാധ്വാനം, സുസ്ഥിരമായ ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയാണ് സുരക്ഷിതമായി പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ. അതിനായി നല്ല ക്ഷമ വേണം. ഓർക്കുക, നിയമപരമായി പണമുണ്ടാക്കാൻ കുറുക്കുവഴികളില്ല. ഇനി ഒരു മലയാളിയും ഒരു തരം തട്ടിപ്പിലും പെടരുത്. അപ്പോൾ ഹാപ്പി സേവിങ്സ്, ഹാപ്പി ലൈഫ്.